ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുമ്പോൾ മലയാളികളായ ആളുകൾക്ക് അറിയാനുള്ള കൗതുകമുള്ള ഒരു കാര്യം, ബി.ജെ.പിക്ക് നാളെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇതിനകത്തുണ്ടാകുമോ എന്നതാണ്. അതുണ്ടെന്നും ഇല്ലെന്നുമുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓഫീസിലേക്ക് കയറിയാൽ അതിമനോഹരമായ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഓഫീസാണ് ബി.ജെ.പി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും KSRTC സ്റ്റാൻഡിനൊക്കെ മുമ്പിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്ത് ഒരു റിസപ്ഷനുണ്ട്. അവരുടെ പാർട്ടിയുടെ ചിഹ്നമായ താമര അവിടെ വലിയ രീതിയിൽ വെച്ചിരിക്കുന്നു. ഒരു അടിപൊളി സ്പേസ്. അതിന് തൊട്ടിപ്പുറത്ത് ഒരു തൊട്ടിപ്പുറത്ത് കാണുന്നത് ഇതൊരു ഹെൽപ്പ് ഡെസ്ക് ആണ്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ഇവിടെ വരുന്ന ആളുകൾക്കറിയാം. ഇവിടെ പാർട്ടിക്കാരല്ലാത്ത ആളുകൾക്കും ഇവിടെ വന്ന് ഇവിടെ വന്ന ആളുകളോട് കണ്ട് സംസാരിച്ച് മനസ്സിലാക്കി പോകാം. അതിനിപ്പുറത്ത് മറ്റൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എന്ന് പറയുന്നത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ചികിത്സാ സഹായം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ, അത്തരം കാര്യങ്ങൾ നേടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന ഭാരവാഹി എല്ലാ സമയത്തും ഉണ്ടാകും. ആ സംസ്ഥാന ഭാരവാഹിയോട് ഇരുന്ന് സംസാരിച്ചു പോകാം. 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് നമ്മളിപ്പോൾ കയറി വന്ന എൻട്രൻസ് ആണ്, മറ്റൊന്ന് ഈ വശത്താണ്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വാഹന പാർക്കിംഗ് ഉണ്ട്. അതിനുശേഷം കയറി വരുന്ന മറ്റൊരു എൻട്രൻസ് ആണ് ഇതിനകത്തുള്ളത്. കയറി വരുന്ന സമയത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ, ഒരു ഹോട്ടൽ ലോബി പോലത്തെ ഒരു ലോഞ്ച് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ട് ഒരു 3 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാൽ എങ്ങനെയാണോ സംഭവം, ആ രീതിയിൽ അവിടെ ഇരിക്കുന്നു. MD രമേശ് അടക്കമുള്ള നേതാക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. 2 പ്രതിമകളുണ്ട്. അതിൻ്റെ അകത്ത് ദീൻദയാൽ ഉപാധ്യായ അടക്കമുള്ള ആളുകളാണ് അതിലുള്ളത്. അകത്തേക്ക് കയറി വരുമ്പോൾ ഈ ഓഫീസ് KG മാരാറിന്റെ പേരിൽ തന്നെയാണ് ഈ ഓഫീസ് ഉള്ളത്. ഇതിനകത്ത് ഓപ്പൺ ടെറസിൽ ഓപ്പണായി കിടക്കുന്ന ഒരു സ്പേസിൽ KG മാരാറിന്റെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അത് നാളെ അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനുശേഷം ഇതിനകത്തുള്ളത്, ഇടതുവശത്തുള്ളത് മീഡിയ റൂമാണ്. അതിവിശാലമായ ഒരു മീഡിയ റൂം, എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു അടിപൊളി ഒരു മീഡിയ റൂമാണ്. അതിനകത്ത് ഒരു 50-ലധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിപൊളി മീഡിയ റൂമും ഇവിടെ ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അതിനിപ്പുറത്ത് ചെറിയൊരു സ്പേസ്, ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്പേസും മറ്റുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ സാധാരണഗതിയിലുള്ള ലിഫ്റ്റുമുണ്ട്, സ്റ്റെപ്പുമുണ്ട്. കയറി പോകുന്ന സ്ഥലത്ത് തന്നെ നരേന്ദ്രമോദിയുടെ ഒരു കോട്സ് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു കോട്സും ഇതിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റാവുന്ന തരത്തിൽ വെച്ചിരിക്കുന്നു. കയറി മുകളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഹോളുകളുള്ളത്, കയറി മുകളിലേക്ക് വരുമ്പോൾ ഇടതുവശത്താണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുറി. ഇവിടെ ദീൻദയാൽ ഉപാധ്യായയുടെ കോട്സുകൾ, മോദിയുടെ, വാജ്പേയിയുടെയൊക്കെ കോട്സുകളുണ്ട്. നേരെ കയറി വന്ന് ഇടതുവശത്ത് ആണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്ന മുറി ഉള്ളത്. ഇതാണ്, ഇതിനകത്താണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇരിക്കുന്ന മുറി. അദ്ദേഹം അതിനകത്തുണ്ട്. മറ്റു പല മീറ്റിംഗിലുമായിട്ട് അതിനകത്തേക്ക് നമ്മൾ കയറുന്നില്ല. ഒപ്പം ഓഫീസ് സെക്രട്ടറി, പ്രസിഡന്റിന്റെ ഓഫീസിന്റെ സെക്രട്ടറിയുടെ മുറിയും ഓഫീസ് സെക്ഷനുമാണുള്ളത്. ഒപ്പം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതുവരെയുള്ള സംസ്ഥാന പ്രസിഡന്റുമാരുടെ മുഴുവൻ പേരുകളും ഏത് കാലയളവിലാണ് അവർ ഭാരവാഹിയായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ CK പത്മനാഭൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് ഈ ഭൂമി 1998 കാലഘട്ടത്തിലാണ് 65 സെന്റ് വരുന്ന ഈ ഭൂമി വാങ്ങിയത്. കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായിരുന്ന 2017 തറക്കല്ല് ഇട്ടത്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ വരുന്ന ദിവസം ഉദ്ഘാടനവും ചെയ്യുന്നു. ഇതിനകത്തേക്ക് ഉള്ള 2ാം നിലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹോളുണ്ട്. ഒരു 400 പേരോളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട പരിപാടികൾ നടത്താൻ മറ്റൊരു സ്ഥലം ഇനി അന്വേഷിക്കണം. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗമൊക്കെ ചേരുമ്പോൾ ഹോട്ടലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് മാറി
ഒരു അടിപൊളി ഹോള് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല 400 പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു ഹോള് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഹോളിൽ ഒരു പ്രത്യേകത, ഇവിടെ ഒരു ഭാരതാംബ, നമ്മുടെ ഗവർണർ വിവാദത്തിൽ കൊണ്ടുവന്ന ഒരു ഭാരതാംബയുടെ ചിത്രം കൂടി ഇവിടെ കാണുന്നു. ശ്യാമപ്രസാദ് മുഖർജിയുടെ ചിത്രവും ദീൻദയാൽ ഉപാധ്യായയുടെ ചിത്രവുമുണ്ട്. അതിന് നടുക്ക് RSSന്റെ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ഒരു ചിത്രം കൂടി പെർമനന്റായി ഇവിടെ വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതൊരു ഗവർണർ കൊണ്ടുവന്ന രാഷ്ട്രീയ വിവാദത്തിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ചയായതിനെ കാണാം. വലിയൊരു ഹോള്. ഇത്രയും മാത്രമേ രണ്ടാമത്തെ നിലയിലുള്ളൂ. മൂന്നാമത്തെ നിലയിലുള്ളത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ മുറിയും ഒപ്പം വിവിധ മോർച്ച, മഹിളാ മോർച്ചയുടെയും മറ്റും വിവിധ മോർച്ചകളുടെ സംസ്ഥാന ഭാരവാഹികളുടെ റൂമുമാണുള്ളത്. അതിനു മുകളിലേക്ക് പോകുമ്പോഴുള്ളത് കിടക്കാനുള്ള റൂമുകളാണ്. ഒരു 3-4 അടിപൊളി റൂമുകളുണ്ട്. അതിൽ കേന്ദ്രമന്ത്രിമാരടക്കം ഉള്ള ആളുകൾക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യമുള്ള മുറികളുണ്ട്. കൂടുതലും ഡോർമെട്രികളാണ് അവിടെയുള്ളത്. ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി നാളെ BJPക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ പറ്റുന്ന മുറി ഇതിനകത്തുണ്ടോ എന്നതാണ്. നമ്മൾ ഈ ഓഫീസ് മുഴുവൻ ചുറ്റിക്കറങ്ങിക്കണ്ടു. ഒരിടത്തും അങ്ങനെ ഒരു മുറി കണ്ടില്ല. അതേക്കുറിച്ച് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MD രമേശിനോട് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം അദ്ദേഹം തരുന്നുണ്ട്. ആ ഉത്തരം കൂടി കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ആര് വന്നാലും ഈ ഓഫീസിൽ ഇരിക്കാൻ സംവിധാനമുണ്ട്. അങ്ങനെ പേരൊന്നും എഴുതിയിട്ടില്ല. ഇപ്പോഴേ പേരെഴുതണ്ടല്ലോ, ആവും എഴുതിയാൽ മതിയല്ലോ. പാർട്ടി നേതാക്കന്മാരെല്ലാവരും വന്നാൽ അവർക്ക് താമസിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഇപ്പൊ പാർട്ടിയുണ്ട്. ഇനി പ്രധാനമന്ത്രി വന്നാലും വേണമെങ്കിൽ ഈ ഓഫീസ് താമസിക്കാം, SPG സമ്മതിക്കുകയാണെങ്കിൽ. അതിനുള്ള സംവിധാനം ഞങ്ങളുണ്ട്.